Next one, stress and strain. Stress is the internal resistance of a material to an external. ഒരു ബോഡിയിൽ നമ്മൾ എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ 12th 11th പഠിക്കുന്നത് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ ഫോഴ്സിനെ നമ്മൾ പി എന്ന് ഡിനോട്ട് ചെയ്യും, ഏരിയനെ എ എന്ന് ഡിനോട്ട് ചെയ്യും. സ്ട്രെസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്ന സിമ്പിൾ വെച്ചാണ്. ഈ സിമ്പിൾ വെച്ചാണ് സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, ഏരിയ നമ്മൾ മില്ലിമീറ്റർ സ്ക്വയറിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറാണ് നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നത്. ഇനി ഈ 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പാസ്കൽ. അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സിന് നമ്മൾ 2 യൂണിറ്റ്സ് ആണ് ഇവിടെ, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ, 2 യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു കാര്യം ഓർക്കുക, 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു 1 പാസ്കൽ. അടുത്ത സ്ട്രെയിൻ. ഒരു മെറ്റീരിയലിന് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് സ്ട്രെസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞത് ആ ബോഡിയിലുണ്ടാകുന്ന ഡീഫോർമേഷൻ. ഇപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് എടുത്ത് വലിക്കുകയാണെങ്കിൽ ആ റബ്ബർ ബാൻഡ് ഉണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് സ്ട്രെസ്. പക്ഷേ അതിൻ്റെ ആ ലെങ്ത് കൂടുന്നില്ലേ, ആ കൂടുന്നതിനാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഡീഫോർമേഷൻ കോസ് ദ മെറ്റീരിയൽ ഡ്യൂ ടു സ്ട്രെസ് ആണ് സ്ട്രെയിൻ. നമ്മൾ സ്ട്രെയിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ സിമ്പിൾ വെച്ചാണ്, സ്മോൾ ഇ അല്ലെങ്കിൽ എപ്സിലോൺ. ഇത് വെച്ചാണ് നമ്മൾ സ്ട്രെയിനിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി സ്ട്രെയിനിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇനി അടുത്തത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് നമ്മൾ ക്യാപിറ്റൽ ഇ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ, അതാണ് യങ്സ് മോഡുലസ്. അതാണ് ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ, ഇ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം സ്ട്രെസ്സാണ്. സ്ട്രെസ്സിനെ യൂണിറ്റ് നമ്മൾ പഠിച്ച് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ഇത് സ്ട്രെയിൻ എന്ന് പറയുന്നത് യൂണിറ്റ് ലെസ് ആണ്. യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ യങ്സ് മോഡുലസും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് ഫോർമുല. ഇനി സ്ട്രെയിനും യൂണിറ്റിലെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ നമ്മൾ ലെങ്താണ് ഇവിടെ കൺസിഡർ എന്ന് വെച്ചോ. ഇപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും, മില്ലിമീറ്റർ ആയിരിക്കും. ഒറിജിനൽ ഡയമെൻഷൻ അതും ലെങ്ത് വെച്ചായിരിക്കും. ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ മില്ലിമീറ്ററും ക്യാൻസൽ ചെയ്തു. അപ്പോൾ സ്ട്രെയിനിന് ഇവിടെ യൂണിറ്റ് കാണത്തില്ല. അതുകൊണ്ടാണ് സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിറ്റ് സെയിം ആണ്. യങ്സ് മോഡുലസിൻ്റെ സ്ട്രെസ്സിൻ്റെയും യൂണിറ്റ് സെയിം ആണ്, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഫസ്റ്റ് വൺ നമുക്ക് നോർമൽ സ്ട്രെസ് ഉണ്ട്, ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്, കംപ്രസീവ് സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. മെയിനായിട്ട് നമുക്ക് ടെൻസൈൽ, കംപ്രസീവ് ആൻഡ് ഷിയർ ആണ് പഠിക്കാനുള്ളത്. നോർമൽ സ്ട്രെസ്സിനെ കുറിച്ച് ഒന്ന് വെറുതെ പറയാം. നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഡ്യൂ ടു പെർപെൻഡിക്കുലർ ലോഡ്. നമ്മൾ നേരത്തെ പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്നാണ് പഠിച്ചു, അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എന്നാണ് പഠിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു സർഫസിനോട് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് സ്ട്രെസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെയാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അടുത്തത് ടെൻസൈൽ സ്ട്രെസ്. ഇതാണ് വൺ ഓഫ് ദി മെയിൻ സ്ട്രെസ്സസ് ആണ് ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഒരു മെറ്റീരിയൽ എലോങ്ങേറ്റിന് ഉപയോഗിക്കുന്ന ഫോഴ്സിനെയാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് സ്ട്രെസ് നമുക്കറിയാം. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയൽ ഇത് ഫുൾ സെൻറ്റൻസ് ഇല്ല, നേരത്തെ പറഞ്ഞത് the stress develop when an external tensile force is applied. അതിനാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ച സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എല്ലാം സെയിം തന്നെയാണ്. സ്ട്രെസ്സിൻ്റെ ഫോർമുല സെയിം തന്നെയാണ്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നമ്മൾ സ്ട്രെയിൻ നേരത്തെ പഠിച്ചായിരുന്നു. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത് ആണ് നമ്മളിവിടെ കൂടുന്നതും കുറയുന്നതും അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് ടെൻസൈൽ സ്ട്രെയിൻ. സോ നെക്സ്റ്റ് വൺ കംപ്രസീവ് സ്ട്രെസ് ആണ്. നമ്മൾ കംപ്രസീവ് ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചു. ദിസ് ഫോഴ്സ് യൂസ് ടു കംപ്രസ് എ മെറ്റീരിയൽ, അതിനാണ് കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡെവലപ്ഡ് വെൻ കംപ്രസീവ് ഫോഴ്സ് ഇസ് അപ്ലൈഡ്, അതിനാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ അടുത്ത നെക്സ്റ്റ് വൺ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ ലെങ്ത് ആണ് കൂടിയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എൽ ബൈ എൽ, അതാണ് കംപ്രസീവ് സ്ട്രെയിൻ്റെ ഇക്വേഷൻ. ഇനി ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ when a body is subjected to two equal and opposite forces which is acting tangentially across a section, the body tends to shear off across the section.
എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഒരു ഫോഴ്സ് 10 ന്യൂട്ടൺ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ 10 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു, ഇങ്ങോട്ടും അപ്ലൈ ചെയ്തു. അതായത് ഈക്വൽ ഫോഴ്സസ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഷേപ്പിൽ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷേപ്പ് ഒന്ന് ഇങ്ങോട്ട് ചായും, ഒന്ന് ഇങ്ങോട്ട് ചായും. അപ്പോൾ ആ ഷേപ്പിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ആ സ്ട്രെസ്സിനെ പറയുന്നതിനാണ് ഷിയർ സ്ട്രെസ് എന്ന്. അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ദ ഹൈറ്റ് ഓഫ് ദ മെറ്റീരിയൽ. ഇതിനാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെയിനിൻ്റെ ഫോർമുല സ്ട്രെയിൻ ഞാൻ പറഞ്ഞു, സ്ട്രെയിനിനെ നമ്മൾ എപ്സിലോൺ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ഈക്വൽ ടു ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഡീഫോർമേഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്തുമാത്രം ഡീഫോർമേഷൻ സംഭവിച്ചു, ആ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ ഒറിജിനൽ ഹൈറ്റ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റയോട് ഈക്വൽ ആയിരിക്കും അത്. അപ്പോൾ ഷിയർ സ്ട്രെസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എച്ച്. ഇതാണ് ഫോർമുല, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിഫോർമേഷൻ ഇൻ റേഡിയൻ, എന്തുമാത്രം ആംഗിളിൽ ആ ഡിഫോർമേഷൻ സംഭവിച്ചു, അതിനാണ് തീറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അതിൻ്റെ ഓൾറെഡി പറഞ്ഞു ചേഞ്ച് ഇൻ ലെങ്ത് ഓർ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഹൈറ്റ് ഓഫ് ദ മെറ്റീരിയൽ. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഒറിജിനൽ ഇതൊരു റെക്റ്റാങ്കിൾ, ഇങ്ങനത്തെ ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു. അവിടെ നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇത് ഇങ്ങോട്ട് ഡീഫോമായി, ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തത്, അപ്പോൾ ഇങ്ങോട്ട് അത് ഡീഫോമായി. അപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഡിഫറൻസിനാണ് നമ്മൾ ഡെൽറ്റ എക്സ് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലുണ്ടായ ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ ടാൻ തീറ്റ, ഇതിനാണ് തീറ്റ എന്ന് പറയുന്നത്. അത് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്ട്രെയിൻ ഈക്വൽ ടാൻ തീറ്റ അങ്ങനെ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യും. ഇതാണ് ഒറിജിനൽ ഹൈറ്റ്, അതിൻ്റെ ഒറിജിനൽ ഹൈറ്റ് എച്ച്. ഇതാണ് എൻ്റെ ഓവറോൾ ഫോർമുല. ഇത്രയേ ഉള്ളൂ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൻ്റെ ടോപ്പിക്.